അശോകത്തൊന്നും പറയല്ലേ. ഇത് കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെ തെളിയിക്കണം. അതുകൊണ്ടല്ല വായിക്കാൻ അറിയാത്തോണ്ട്. ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ കുറേ കാലത്തിന് ശേഷമായിരിക്കില്ല നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓഫീസിലെ തിരക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലോങ് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷോർട്സ് ഇട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പം നമ്മളുടെ ലവ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. ഇന്ന് 2 ദിവസം മുന്നേ ആയിരുന്നു, പക്ഷേ എങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആൾക്ക് ഞാനൊരു കുട്ടി സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടി സർപ്രൈസ് ഒന്നുമല്ല, ഒരു ഫോട്ടോ ഫ്രെയിം. എല്ലാ വർഷവും ഞാനിങ്ങനെ ഫോട്ടോ ഫ്രെയിം കൊടുക്കും. ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ ഫ്രെയിം കൊടുക്കും, ആനിവേഴ്സറിക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഏകദേശം കുറേ ഫോട്ടോ ഫ്രെയിമുണ്ട്. ചുമ്മാ ഞാനിങ്ങനെ ഞങ്ങളുടെ കിളികളുണ്ട്, ചുമ്മാ ഞാൻ ഞങ്ങളുടെ ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്തേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ ഫ്രെയിം വീട്ടിലിങ്ങനെ നിറയിച്ചുള്ളത് കേട്ടോ. പാലെത്തിയിട്ടില്ല, എനിക്കിനി റെഡി ആവണം. ഇന്ന് റബ്ബർ വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പാലൊക്കെ എടുക്കേണ്ടി വന്നായിരുന്നു. കയ്യിലൊക്കെ ചിലപ്പോൾ പാലുണ്ടാവും. റബ്ബർ വെട്ടുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ പാലൊക്കെ എടുത്തതിന് ശേഷമാണ് ഇയാൾ വന്ന് കുത്തിയിരിക്കുന്നത്. ഇനി വേഗം പോയിട്ട് റെഡി ആവണം. 8:15 8:00 പോകണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയുണ്ട് ഞങ്ങളെ കൂടെ, എന്തൊക്കെയാണ് ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഫുൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും വ്ലോഗ് ചെയ്യുന്നതാണ്. പിന്നെ ആൾക്കിത് കൊടുക്കുമ്പോഴുള്ള ആളുടെ റിയാക്ഷനൊക്കെ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സഞ്ജോടം വന്നിട്ട് കുറേ നേരമായി. എൻ്റെ ഒരിക്കൽ ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത്. മുടിയൊന്നും ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മുടി കൊള്ളാവും ഹെൽമെറ്റൊക്കെ ഇടുമ്പോൾ. ഇറങ്ങിയിട്ട് മുടിയൊക്കെ റെഡിയാക്കി കെട്ടാന്ന് വിചാരിക്കുന്നുണ്ട്. പൊട്ടിക്ക് നോക്ക്, വെളിച്ചമില്ല ഇവിടെ. ഗായ്സ് എങ്ങനെയുണ്ട് നോക്കത്. സജ്ജാനെ അറിയില്ല ഞാൻ ഫ്രെയിം തരുന്ന. എന്തായാലും ഒന്നും തന്നില്ല ഗായ്സ്, എനിക്ക് ഒന്നും വാങ്ങി തന്നില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഫ്രെയിം കൊടുക്കാറുണ്ട് കേട്ടോ, അതൊക്കെ അറിയാലോ. അപ്പൊ സഞ്ജയുടെ എന്തായാലും പ്രതീക്ഷിച്ച് കാണും ഇല്ലേ? മൊത്തം പൊളിച്ചു കീറിക്കോ. പത്രം വായിക്കായിരുന്നു, അതിലൊന്നല്ല. ഈ പേപ്പർ വെക്ക് പറഞ്ഞു. അല്ല, വീഡിയോയിലേ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ ഫോട്ടോ. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഫോട്ടോ എടുപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രാന്തൊക്കെ ഉണ്ട്. ഓരോ ആനിവേഴ്സറിക്കും ഞാൻ ഇതേമാതിരി ഫോട്ടോ ഒക്കെ എടുപ്പിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫോട്ടോ, എൻ്റെ ഫ്രണ്ട് കുറേ നേരമായിട്ട് അടുക്കളയിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മിക്കവാറും എൻ്റെ കൊല്ലുന്ന ലക്ഷണം ഉണ്ട്. ഞാൻ വേഗം ഇറങ്ങട്ടെ കേട്ടോ, അവിടെ എത്തിയിട്ട് കാണാം. ഭയങ്കര വെയിലാണ് ഗായ്സ്. എനിക്ക് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ പോയിട്ടൊരു കാത് കുത്തി. ഇപ്പോൾ ഈ ഹെൽമെറ്റ് എങ്ങനെ ഇടുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇടും ഞാൻ? ഹെൽമെറ്റ് ഇട്ടില്ലേ പ്രശ്നമാണ്. നല്ല വേദന ഉണ്ട്. കാത് ഉണങ്ങിയില്ല കേട്ടോ. മിനിഞ്ഞാന്നാണ് കാത് കുത്തിയത്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇപ്പുറത്തെ കയ്യിലുണ്ട് മോതിരം. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. എങ്ങനെയെങ്കിലും ഒക്കെ ഇത് ഇടട്ടെ കേട്ടോ. കുറേ നേരമായി അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് പിടിച്ചേനെ. എൻ്റെ സാഹസികമായിട്ടുള്ള ഹെൽമെറ്റുള്ള ദിക്കുകൾ മിക്കവാറും കണ്ടിട്ടും കാര്യം. എനിക്ക് ആക്ച്വലി എനിക്ക് പേടിയുണ്ട്. ഇത് പിടിച്ച് ഇത് മുടി ഇങ്ങനെ കെട്ടിയ ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. സത്യം ഞാൻ വളരെ വൈകി മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ മുടി ഇങ്ങനെ ചുറ്റും. ഈ ടീഷർട്ട് എങ്ങനെ ഉണ്ട്? എൻ്റെ പുതിയ ടീഷർട്ടാണ്. നീ കണ്ടല്ലേ വാങ്ങി തന്നേ. സഞ്ജയുടെ വാങ്ങി തന്നതാണ്. നിങ്ങളോടെ പറഞ്ഞില്ലേ ഞാൻ കറുപ്പിടാൻ പറയുമ്പോൾ സഞ്ജയുടെ കറുപ്പ് ഇടൂല, അല്ലാത്തപ്പോൾ എപ്പോഴും കറുപ്പിട്ട്. എന്തൊക്കെ അനുഭവിക്കാനുള്ള ഹെൽമെറ്റ് തന്നെ വേണം എനിക്ക്. കാതുത്തിട്ട് രാജാവിന് ഒരു ഹെൽമെറ്റ് വെച്ച് തരട്ടെ. കാതുത്തിരി
ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട് ചെല്ലുന്ന സാധനം. പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മൾ നേരെ അടുക്കലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 8:30 ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ എൻ്റെ ഒരുക്കം കാരണം കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പാലാട് എത്തിയിട്ട് അപ്പോൾ സുനിലും അവളും കൂടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആക്ച്വലി നമ്മളാണ് നേരത്തെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അവരടുക്കളയിൽ എണ്ണ അടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വിശന്നിട്ട് രാവിലെ കഴിക്കാത്തതുകൊണ്ട് ചായ കുടിക്കാന്നാണ് വിചാരിക്കുന്നത്. പോയി നോക്കട്ടെ. ആക്ച്വലി നമുക്ക് ഇപ്പോഴുണ്ടോ സമാധാനമായത്, വിശന്നിട്ട് വയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഹോർലിക്സും പിന്നെ ഒരു റോളും കഴിച്ചു കേട്ടോ. ആക്ച്വലി എനിക്ക് എണ്ണക്കടിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് കഴിച്ചിട്ടുള്ളത്. അവരിതുവരെ വന്നിട്ടില്ല കേട്ടോ. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവരെന്നെ കാത്തു നിൽക്കുക എന്നുള്ളത്. നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ട് പോലും അവർ കഴിച്ചില്ല. നോക്കട്ടെ, വെയിറ്റ് ചെയ്ത് റോഡ് സൈഡിൽ വായി നോക്കിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ 2 ഐറ്റംസ് ഇപ്പോഴാണ് വരുന്നത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ 2 ഐറ്റംസ്. കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. നമ്മൾ ആക്ച്വലി ഇപ്പൊ എങ്ങോട്ടൊന്നും അറിയില്ല, എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ പ്ലാനിങ് സൂസൈഡ് പോയിന്റ് കാണാൻ പോകണം, അതുപോലെ തന്നെ യൂക്കാലിപ്സിന്റെ മരമുണ്ട് അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ ആർക്കാർക്ക് ഐഡിയ ഇല്ല. എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ പോകാൻ കേട്ടോ പറയുന്നത്. എന്തായാലും പോയി നോക്കാം. നിങ്ങൾക്ക് പിന്നെ അത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാകും. റോഡ് കൂടെയാണ് ഞാൻ സംസാരിച്ച് പോകുന്നത്. എന്തായാലും നോക്കാം. എൻ്റെ കൂടെ ഉള്ളവർ ദൂരെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂസൈഡ് പോയിന്റ് എന്നുള്ള പ്ലാനിലാണ് ആക്ച്വലി ഇന്നലെ രാത്രി വരെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഇന്ന് രാവിലെ വന്നപ്പോൾ പോകുന്ന വരെ പോകാം, എവിടം വരെ പോകുന്നു നോക്കാം, അങ്ങനത്തെ ഓരോ പ്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ടൈം പോലും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയി നമ്മൾ സ്വന്തം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ തേയിലത്തോട്ടത്തിൻ്റെ ഏരിയ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനും സഞ്ജുവണ്ണും കൂടി തേയിലത്തോട്ടത്തിലാണ് വരാറുള്ളത്. നിങ്ങൾ എൻ്റെ വ്ളോഗ്സൊക്കെ ഡെയിലി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. കാരണം 2 പ്രാവശ്യം ഞാൻ അവിടെ പോയ വ്ളോഗ് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ എത്തിയിട്ട് ചായ കുടിക്കാൻ നിർത്തിയിടം എന്താ എഴുതിയിട്ടുണ്ട് സംഭവം വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യത്തേക്കുന്ന പേരാ. അപ്പം ചായ പറഞ്ഞിട്ടുണ്ട് നമ്മളല്ല. വരിയായി എല്ലാവരും ഉണ്ട്, കാത്തു കെട്ടിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഇതുപോലത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങണം എന്നുള്ളത്. ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വിനീൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ചെയ്യുന്നുണ്ടല്ലേ. ഇവക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കുറേ പറഞ്ഞു. ഞാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങുന്നില്ല. ഇവക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ പോയി. പറഞ്ഞെടുക്കണം. നിനക്കൊന്ന് വ്ളോഗ് എടുക്കാനായിട്ട് വെറുതെ വീഡിയോ എടുത്താൽ എന്നിട്ട് ഷോർട്സ് ഇട്ടാൽ മതി. ഇവിടുന്ന് മുതൽ വീഡിയോ എടുത്തോ. ഇങ്ങനെയല്ലേ രസം. അവളെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. പേര് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം നേരെ പൊക്കോണ്ടിരിക്കുകയാണ്ടോ. ഇപ്പം നിലവിൽ എന്താ മസനഗുഡി വഴി കൂടി പോകുന്നതാണ് പറയുന്നത്. പോലെ ചുമ്മാ പറയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു. മസനഗുഡി വഴി ഏതെങ്കിലും ഒക്കെ വഴിക്ക് പോകാം. എന്തായാലും പോയി നോക്കട്ടെ. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നിട്ടൊരു പ്ലാനായിരുന്നു മസനഗുഡി വഴി ഒന്ന് പോയാലെന്നുള്ളത്. 36 ഹെയർ പിന്നൊക്കെ കയറി അടിപൊളി വ്യൂ ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി നമ്മളിപ്പോൾ ഏകദേശം ഗൂഡല്ലൂർ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഗൂഡല്ലൂർ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഗൂഡല്ലൂർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സംഭവം സ്ഥലമൊന്നും എനിക്കറിയില്ല. കുറേ തമിഴിൽ എഴുതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഗൂഡല്ലൂർ തന്നെയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് എന്നറിയില്ല. അന്തമില്ലാതെ യാത്രയാണ്.
ജനിച്ചതാക്കു വേണ്ടി അറിയുന്നല്ലോ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അറിയില്ലല്ലോ. അറിയൂല. അവർ രണ്ടുപേരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളീ പോണ വഴിക്ക് പൈനാപ്പിൾ വാങ്ങിയിട്ട് ചെറുതായിട്ട് ഒരു പൊടി ഇട്ട് തന്നിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഇപ്പൊ നമ്മള് മധുമലൈ ടൈഗർ റിസർവിൽ ഈ കാട്ടിലേക്കാണ് പോകുന്നത് ഗായ്സ്. കൊറേ മാനുണ്ട് കണ്ടു, ഒരുപാട് മാനുണ്ട്. ഇത് വരുന്ന വഴിക്ക് തന്നെയാണ്, റോഡ് സൈഡില്. ഇതെന്താ അടിപൊളി പാമ്പ് കിട്ടോ, അത് അതിലും വലുത്. എല്ലാരും ശ്രദ്ധിക്കും. പക്ഷെ ഇത് വണ്ടി കയറിയിട്ടുണ്ട് തോന്നുന്നില്ലേ? അറിയില്ല, വണ്ടി കയറി തോന്നുന്നു. നമ്മളീ പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ അത്രയും മാനുകളുള്ളത്. റോഡ് സൈഡ് അവർക്കൊന്നും ഒരു പേടില്ല അല്ലേ? ഇവിടെ ഒന്നും ആൾക്കാരൊന്നും ചെയ്യില്ലാന്ന് അറിയുന്നുണ്ടായിരിക്കും. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. എന്ത് രസം കാണാൻ വേണ്ടിട്ട്. വലിയ കൊമ്പുള്ള മാനുകൾ, മയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ പോയപ്പോ റോഡ് സൈഡിൽ തന്നെ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കണം, പുലി ഉണ്ടെങ്കിൽ ജീവനും കൊണ്ട് പോകണം. പുലങ്ങാരം പറയാൻ നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. സംഭവം വന്ന അടിപൊളിയാട്ടോ. നല്ല തണുപ്പാണ്, കാറ്റുണ്ട്, വെയിലുണ്ട്. പക്ഷെങ്കിൽ കാറ്റാണ്, തണുത്ത കാറ്റടിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഒരിക്കലും നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് മാനുകളുണ്ട് കേട്ടോ ഇവിടെ. വേറെ ഒന്നും കൊള്ളാം ഗായ്സ്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മളിപ്പോൾ നേരെ നമ്മൾ സ്വന്തം മസനഗുഡി റൂട്ടിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പ്രകൃതി, മല, കുന്ന്, കാട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലേസാണ്. ഇതിൽ കൂടെ എന്തായാലും ഒന്ന് പോകണം. ഇതിന് മുന്നേ ഞാൻ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞത്. അതിന് മുന്നേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ട്രെൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായി എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അടിപൊളി മാക്സിമം വ്യൂ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലാൻ ചെയ്യാത്തൊരു പോക്കായതുകൊണ്ടാണ് സ്കൂട്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. കാരണം എനിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് സ്കൂട്ടി ഓടിച്ച് പഠിക്കാമെന്നുള്ള പ്ലാനിലാണ്. കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരുന്നുള്ള പ്ലാനിലാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവേട്ടൻ്റെ ബൈക്ക് സഞ്ജുവേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അബദ്ധമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ രണ്ട് ടീമും കൂടെ സംസാരിച്ച് പോവാൻ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് പറ്റിയില്ല. ഇപ്പം നമ്മൾ കല്ലടി ചുരത്തിലൂടെയാണ് പോകുന്നത്. 36 ഹെയർ പിൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിതിലേ പോകുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. സംഭവം രസമല്ലേ? പക്ഷെ പറ്റിയെന്താ വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു വണ്ടി കയറുമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു പശുക്ക് വണ്ടി കയറുമെന്ന് അറിയില്ല. ആകെ ശോകത്തിലാണ്. പോയി നോക്കട്ടെ എന്തായാലും. കയറുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കയറുമോ ഇല്ലല്ലോ. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് ഹെയർ പിൻ്റെ. അവിടെ എത്തിയപ്പോഴത്തേനും തീരുമാനം ഏകദേശമായി. വണ്ടി കയറുമെന്ന് അറിയില്ല ഗായ്സ്. ഇത്രയും ദിവസം യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നെന്താന്ന് അറിയില്ല. ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്നിട്ടില്ല, അതുകൊണ്ട് അറിയാത്തതായിരിക്കില്ല. മേ ബി നോർമലി ഓടിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കട്ടെ എന്തായാലും. ഇത് സെക്കൻഡ് ഹെയർ പിൻ അല്ലേ? സെക്കൻഡ് ഹെയർ പിൻ ആയിട്ട് എന്താലേ, എന്ത് ഭംഗിയാണ് കാട്ടിന്ന് ഡയറക്റ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകുക.
അത്ര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു, വണ്ടി കയറുമോ എന്നുള്ളത്. ഞാൻ പേടിച്ചിട്ടുണ്ട്, വണ്ടി കയറുന്ന വണ്ടിയല്ല പേടിയാവുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ 36 ഹെയർ പിന്നും ഞങ്ങളുടെ സ്കൂട്ടി കൊണ്ട് കയറും എന്നുള്ളത്. ഓരോ ഹെയർ പിന്ന് കയറുമ്പോൾ ഇനി കയറുമോ എന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ പോയ പോക്ക് അടിപൊളിയായിരുന്നു. കാരണം ഒരു നഷ്ടവും നമുക്ക് തോന്നാനില്ല, അത്ര ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോൾ എനിക്ക് വേറെ ഏതോ സ്ഥലത്ത് ഈ ടി വിയിലൊക്കെ കാണുന്നൊരു സ്ഥലത്ത് എത്തിയ പോലെ ഒരു അനുഭവമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ. ഇതേപോലെ സൂര്യകാന്തിയുടെ ഒരു തരം വർഗ്ഗമാണെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് തോന്നുന്നു അവരവിടെ വണ്ടി നിർത്തിയിട്ട് പൂ പറിച്ചുകൊണ്ടിരിക്കുക. ഇത് എൻ്റെ സഞ്ജുവേട്ടൻ എനിക്ക് വേണ്ടി പറിച്ചു തന്നതാന്ന് ഞാൻ പറയുന്നില്ല, 2 പറിച്ചു തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെ പറിച്ചു. സമയം ക്ലൈമറ്റ് കൊള്ളാം. നമ്മൾ ഏകദേശം ഇപ്പോൾ ഊട്ടി എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഹെയർ പിന്ന് കയറിയാൽ മതി. ഇനി ഒരു 12-11 ഹെയർ പിന്നും കൂടെ അല്ലേ ഉള്ളൂ. 9 ഹെയർ പിന്നേ ഉള്ളൂ കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നേരെ ഊട്ടി എത്തുകയാണ്. കൊള്ളാം. എന്തായാലും അവർ വരാൻ വെയിറ്റ് ചെയ്യുക. അവരവിടെ പൂ പറിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. താഴെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. 2 പൂവും പറിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി എത്താനായിട്ടുണ്ട്. അവർ രണ്ടാളും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവർ വരുന്നുണ്ട്. വെൽക്കം ടു ഊട്ടി. ഭയങ്കര തണുപ്പാണ്. ശരിക്കും പറഞ്ഞ ഊട്ടിക്ക് വരുന്ന പ്ലാൻ ഇട്ട് വന്നതൊന്നല്ല. ഒരു ജാക്കറ്റ് പോലും എടുത്തില്ല, ഒട്ടുക്കത്തെ തണുപ്പ്. എനിക്ക് തണുക്കുന്നില്ലേ, തണുത്ത് കോച്ചിപ്പോയി ഗൈസ്. ഞാൻ അവിടെ എത്തട്ടെ. ഇപ്പം നമ്മൾ കമ്പം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്ട്. ഭയങ്കര തട്ട് കഴിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടെ അവൻ്റെ സ്പെക്സ് എവിടെയോ വീണ്, പൂ പറിക്കുന്ന അവിടെ വീണെന്നാണ് തോന്നുന്നത്. നല്ല സ്പെക്സ് ആണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി രണ്ടാൾ തരാൻ പോയി. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നിന്നപ്പോൾ കരുതി കമ്പം കഴിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്, രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഇതാണ് എൻ്റെ സ്നേഹ സമ്മാനം, ബൊക്ക. ഫുൾ നാടകമാണ് ഗൈസ് ഇവിടെ അടങ്ങിയത്. ഇതാട്ടെ നമ്മൾ വാങ്ങിയിട്ടുള്ളതിൻ്റെ പകുതി 2 പറഞ്ഞാൽ അവരെവിടെ പോയിന്ന് അറിയില്ല. അവരെന്തായാലും വരട്ടെ. ഇത് അത്യാവശ്യം വലിയ സൈസാട്ടോ. വേവാനുണ്ട്, കുറച്ച് വെന്തിട്ടില്ല എന്നാ സഞ്ജോടം പറയുന്നത്. സ്വീറ്റ് കോൺ ആണ്. അപ്പൊ അധികം ഒരു ഭ്രാന്ത്. സ്വീറ്റ് കോൺ ആണ്, നോർമൽ കോൺ അല്ലല്ലോ. നല്ല ചൂടുണ്ട്, കഴിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ഉള്ളത് അത്യാവശ്യം നേരം വൈകിട്ടാ. ചിലപ്പോൾ നമ്മൾ ഊട്ടിക്ക് കയറുണ്ടാകുള്ളൂ. ഉത്തര വരെ വന്നപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇറങ്ങിയത് നേരം വൈകിട്ടാണല്ലോ. ആക്ച്വലി ഊട്ടിലൊക്കെ വരികയാണെങ്കിൽ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. ഇതിപ്പോൾ ഇറങ്ങാത്തത് കൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. എന്താ നോക്കട്ടെ അവസ്ഥ. അവർ രണ്ടാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. സ്പെക്സ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. എത്രയാണ്? ഒന്നും വേണ്ടും ചോട്ടാ. എത്ര പറഞ്ഞ റേറ്റ്? അയ്യോ 1000 മുതലാവില്ല ഗൈസ്.
മുതലാവില്ല ഗായ്സ് 1000 രൂപയാണ് കുടിക്ക് 1000 രൂപ എന്താപ്പത് നടക്കൂല പോയി നോക്കാം. അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ. അവിടുന്ന് കോണ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടാളും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ പോന്നു. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഊട്ടിയും കൂടെ കണ്ടിട്ട് പോകുന്നു വിചാരിച്ചിട്ടാ. ഇവിടെ വൈറ്റ് ലൈൻ റെസ്റ്റോറന്റ് ഉണ്ട്, കേരള ഫുഡ്, കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കിട്ടുന്നവരെ പറഞ്ഞു പോയി നോക്കട്ടെ. നമുക്ക് പറ്റാതറിയില്ല, എന്തായാലും ചെന്ന് നോക്കാം. സഞ്ജോട്ട ആ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് മുതലാക്കിട്ട് പോകും, ഫോട്ടോയും കൂടെ എടുക്കാം. എന്റെ പൊക്കനെ അവിടെ സ്ഥാപിച്ചു. ഇതാ വൈറ്റ് ലൈൻ റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് നമ്മൾ വന്നിട്ടുള്ളത്. പൊന്നച്ഛനെ ഒരാൾ തണുത്ത് കോച്ചി പിടിച്ച് നടക്കും. പോയി നോക്കട്ടെ എന്തായാലും. കുഴപ്പമില്ല തോന്നുന്നു, കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കോഴിക്കോടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. കോഴിക്കോടാണോ അത് വേറെ എന്തെങ്കിലും ബിരിയാണി ആണെന്ന് പോയി നോക്കാം നമുക്ക്. ഭയങ്കര തണുപ്പാണ്. ഊട്ടിയെത്തിയത് കാണാറുണ്ട് ഗൈസ്. കൊള്ളാട്ടെ. ഇവിടെ ഇങ്ങനെ മിററൊക്കെ വെച്ചിട്ട് രസമുണ്ട്. നമ്മളിപ്പോ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വരാം. നിങ്ങൾ കാണുന്നത് വരെ എല്ലാവരും എന്നെ കളിയാക്കുന്നത്. ഞാൻ വ്ളോഗ് എടുക്കുന്നില്ലല്ലോ. ഞാൻ വ്ളോഗ് എടുക്കുന്നതിന് ഇവരൊക്കെ എന്നെ കളിയാക്കുന്നത്. എൻ്റെ വ്ളോഗ് അത്ര മോശമാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. എന്തായാലും ബിരിയാണി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളെ ബിരിയാണി എത്തിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയാം അങ്ങനെ ഉണ്ട്. കോഴിക്കോടൻ ബിരിയാണി എന്നാ പറഞ്ഞ രസമുണ്ടോ? അതിപ്പോ എന്റെ കളക്കാൻ VIP മാൻ തന്നെ. ഞാൻ VIP ഒന്നല്ലോ. നാട്ടിലെ ബിരിയാണി പോലെ അല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളെ നാട്ടിലെ ബിരിയാണി പോലെ അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ബിരിയാണി ആണോ വെച്ചാൽ ബിരിയാണിയാണ്, അല്ലേ വെച്ചാൽ അല്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. അല്ലാത്ത എന്താ നിവർത്തില്ലല്ലോ. ഇവിടുത്തെ ഫുഡ് നമുക്ക് തീരെ പറ്റില്ല കഴിക്കാൻ. എനിക്ക് കഴിയില്ല, കഴിക്കുന്നവരുണ്ട്. ഇതാകുമ്പോൾ പിന്നെ ഏകദേശം നമ്മുടെ ടേസ്റ്റിനോട് യോജിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചപാടെ നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബിരിയാണിക്ക് ഭയങ്കര റേറ്റ് ആയിട്ട് കോമഡി. നമ്മള് 2 ഹാഫ് 2 ഫുള്ള് പറഞ്ഞത്. സംഭവം രസമല്ല. കോഴിക്കോട് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ അവര് കഴിപ്പിച്ചതാ. ബില്ലും കൂടെ വന്നപ്പോ ഞങ്ങക്ക് സ്വസ്ഥമായി ഗൈസ്. ഇപ്പൊ നമ്മള് അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ നിന്നിട്ടുണ്ട്. ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പോയി നോക്കാം. ഇതാണ് ടിക്കറ്റ് ഗൈസ്. ഇവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. ക്യാമറക്ക് എത്ര 100 പിന്നെ എന്തോ 1000 അങ്ങനെ എന്തൊക്കെ പിഴ അങ്ങനെ എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് എന്താ മനസ്സിലായിട്ടൊന്നുമില്ല. ഫുള്ള് വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. കാണാനുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്.
അവർ രണ്ടാളും ബാക്കിൽ നടന്നു വരുന്നുണ്ട്. അവളും വ്ലോഗ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നീ വ്ലോഗ് എടുക്കുന്നില്ലേ? അവള് വ്ലോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് ഒക്കെ ഒരു സെറ്റ് ചെയ്ത്. പിന്നെ ഊട്ടിയിൽ വന്ന ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരണം കേട്ടോ. കാണാൻ തന്നെ ഉണ്ട് ഒരുപാട് ഫാമിലീസ് കാര്യങ്ങളുണ്ട്. ഇതാണ് ആക്ച്വലി ഞങ്ങള് ഊട്ടിയിൽ വരണമെന്ന് വിചാരിച്ചു വന്നതില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ എല്ലാത്തിനും തണുത്തിരിക്കുവാണ് കേട്ടോ. ഡ്രസ്സൊന്നും അതിനനുസരിച്ച് ഇട്ടില്ല. പിന്നെ എനിക്കാണ് കുറച്ച് സമാധാനം ഉള്ളത്. ഞാൻ ടീഷർട്ട് ഉള്ളിൽ ഞാൻ ടാങ്ക് ടോപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൈയൊക്കെ ഉള്ളു തണുപ്പ്. ഉള്ളിലേക്ക് വലിയ തണുപ്പ് നേക്കുന്നില്ല. ഇത് കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഇതിലാണോ? അവിടെ ഒന്നുമില്ല ഒന്നിന്. ഇതിലാണോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ. സംഭവം പോയി നോക്കട്ടെ. ഇവിടെ ഇവിടേക്ക് ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ വെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ. ഈ ഒരു സാധനത്തിന് ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് രണ്ടാളും നടക്കുന്നു. ഇന്ത്യ രാവിലെ കാണാൻ ഇതിൻ്റെ ഉള്ളില് നമുക്കിവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ. എനിക്ക് രാവിലെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് വൈകുന്നേരം വരെ ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ പ്ലേസ്. നമുക്ക് ഇനി അമ്മയെ അച്ഛനെ കൂട്ടി വരണേ. തീർച്ചയായും ഞാനും നീ നടക്കണ വീഡിയോ എടുക്കണം. ഒരു പൂവിൻ മുട്ട്. ആക്ച്വലി ഈ പുല്ല് തന്നെയാണ്. ഈ പുല്ല് ഈ ചവിട്ടി മെതിച്ച് ഇങ്ങനെയൊക്കെ. നമ്മളെ എല്ലാവരും ഇതാണ് ഗായ്സ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ. ബോട്ടണിക്കൽ എന്ന് എനിക്ക് വരുള്ളൂ. എന്താണെന്ന് അറിയില്ല. ബോട്ടണി പഠിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, വായിക്കാൻ അറിയാത്തോണ്ട്. എല്ലാരും അന്തം വിട്ട് കുന്തം വയ്ക്ക് തണുത്ത് നടക്കുക. കോച്ച് നടക്കുക. തണുത്ത് കാറ്റേ നീ വീശരുതിപ്പോൾ. ഇത് മറ്റേ ആമ്പൽക്കൂടോ താമരക്കൂടോ? എന്താ സംഭവം? എന്താണ് മാംഗോ പോണ്ട് അറിയണ്ട? എന്താന്ന് എനിക്ക് അറിയില്ല. കൊറേ ചെടി മാത്രം ഉണ്ട്. ഇതാണ് ആ ബുദ്ധിമാൻ. ഇതാണ് മാംഗോന്റെ ഷേപ്പുള്ള കുളം ആയതുകൊണ്ട് മാംഗോ പോണ്ട്. എന്താ ആണോ? അല്ല പെണ്ണെ നിങ്ങൾ കോമഡി പറയാന്ന്. അയ്യോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇതിന്റെ ലോജിക്ക് അറിയില്ല. അറിയുന്ന ആളുകൾ കമന്റ് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് ഒറ്റ ഷോട്ടിൽ ഹിന്ദി കാണിച്ചു കൊടുക്കാം. ഇതാണ് ഒറ്റ ഷോട്ടിൽ ഹിന്ദി കാണുന്നത്. പായടക്കുന്നു. ഇത് മറ്റേ ഇതാണ്. നിങ്ങൾ അശോചക്രൊന്നും പറയല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യണം. എന്താ സാധനം? ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നിന്നെ തെറി വിളിക്കണം. ₹1 കോയിന്റെ പുറകിലുള്ള ഈ ചാപ്പാന്ന് അറിയില്ലേ? അതുണ്ടോ ചാപ്പ? മനസ്സിലായില്ല. നിർത്തിപ്പോടി, വീട്ടിപ്പോടി. അതാണ് സംഭവം. എല്ലാരും ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ. പാതാളത്തിൽ
തല നനക്കുണ്ട് സഞ്ജുട്ടാ. പൊന്നെ തട്ടി താടും പറ്റത് മനസ്സിലായോ? ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ വട്ടമേശ സമ്മേളനത്തിലാണ് കുത്തിയിരിക്കുകയാണ്. പുതിയ എല്ലാരും ഇരിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇരുന്നു. ഫോട്ടോയാ? ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ കുത്തിയിരിക്കണം. എല്ലാരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്താ സംഭവം അറിയാൻ വേണ്ടി പറ്റിച്ചേ. വരെ ഭയങ്കര തടുപ്പ്. അങ്ങനെ നമ്മള് ഫൈനലി ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ കണ്ടിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അധികം നേരം ഇവിടെ നിന്നില്ല, കാരണം ലേറ്റ് ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പം തന്നെ സമയം 3:30 4 മണി കഴിഞ്ഞു. അപ്പം തിരിച്ചിറങ്ങണം, ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ്. സംഭവം കൊള്ളാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എത്രമാത്രം വീഡിയോയിലെടുത്തു എനിക്കറിയില്ല. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ള. തൽക്കാലം നമ്മളൊന്നിലും കയറുന്നില്ല. ഭയങ്കര തണുപ്പുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തണുപ്പ് സഹിക്കാൻ വയ്യ. വൈകുന്നേരം ആവുന്നതോറും തണുപ്പ് കൂടും. ചൂടാക്കേണ്ടി വരും. ചട്ടിയിലിട്ട് ചൂടാക്കേണ്ടി വരും ഇങ്ങനെ പോയാ. എന്തായാലും ഞങ്ങള് പോട്ടെ. അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഇതാണ് മൊട്ടക്കുന്ന്. ഊട്ടിയിൽ വരുന്ന എല്ലാവരും പോകുന്നൊരു പ്ലേസ് ആണ് ഇത്. പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല ഇന്ന് വരെ. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ വൈകിയൊക്കെ വരുന്നതുകൊണ്ട് വേറെ വേറെ സ്ഥലത്ത് പോയതുകൊണ്ട് ഇവിടെ മാത്രം കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങളെ പോലെ മണ്ടത്തരം നിങ്ങൾ ആരും ചെയ്യരുത്. ഒരു സെറ്റ് കൂടിയൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരരുത്. നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോലുണ്ട്. ഫ്രിഡ്ജും എ സി ഒക്കെ കടത്തിട്ടു. തണുത്താണോ? അണ്ണാക്ക് വരെ ഇപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാട്ടെ. എവിടെ സ്ഥലം ഒന്നും അറിയില്ല. എവിടെയോ നിർത്തിയിട്ടുണ്ട് കട കണ്ടെടുത്ത്. എന്റെ പൊന്നെ, ഇനി ജീവിതത്തിൽ ഞാൻ ബൈക്കിൽ വരും. പക്ഷെ എങ്കിൽ ചട്ടർ അങ്ങനെ എന്തെങ്കിലും ജാക്കറ്റും ഇട്ട് ഷൂ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പണി പാടും ഗായ്സ്, പണി പാടും. നമ്മള് തണുപ്പ് കാരണം ഓരോ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ. സ്ഥലം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും 50-50 ബിസ്ക്കറ്റുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങളെ പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എന്തായാലും ഹുഡിയോ സെറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും കരുതണം. കാരണം നമ്മൾ പറയാൻ പറ്റാത്ത അത്ര തണുപ്പായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ വലിയ തണുപ്പില്ല. നമ്മൾ ഇതുപോലെ വണ്ടി സ്കൂട്ടിയിൽ ബൈക്കിലൊക്കെ പോകുമ്പോഴാണ് പ്രയാസം. കാറിലാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.